+2 സയൻസ് ആയിരുന്നു, ബയോമാത്സ് ആയിരുന്നു. ഓക്കെ. അപ്പോ പഠിക്കണ കാലത്ത് എനിക്ക് എല്ലാ സബ്ജക്റ്റും പോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ എഞ്ചിനീയറിംഗ് ആണോ അതോ മെഡിക്കൽ ഫീൽഡിലാണോ നോക്കേണ്ടതെന്നുള്ള നല്ല കൺഫ്യൂഷൻ ഉണ്ട്. അല്ല, ഇപ്പൊ എന്താ ഓപ്ഷൻസ് ഉള്ളത്? ആയിട്ട് എനിക്ക് +1 +2 തോന്നിയായിരുന്നു. ഇപ്പൊ എന്താ ഓപ്ഷൻ ഉള്ളത്? ഓപ്ഷൻസ് CSC എടുക്കാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. എവിടെ? അല്ലെങ്കിൽ പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് നോക്കുന്നത്. CSC ഇവിടെ അടുത്തുള്ള കോളേജില, ടോപ്പ് കൊച്ചി എന്ന് പറയുന്ന കോളേജില്. ഇപ്പൊ കൊച്ചിയിലാണോ താമസിക്കുന്നത്? എറണാകുളത്താ, തിരുവാങ്കുളം അടുത്ത. ഓക്കെ, ടോക്കച്ചാണ് അടുത്ത്. അവിടെ കമ്പ്യൂട്ടർ സയൻസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെന്താ? സാറിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോ കോറ നല്ലത്, എപ്പോഴും കോർ സബ്ജക്ട് എടുക്കണേ നല്ലത്. പിന്നെ എന്റെ ഫാദർ സിവിൽ ഡ്രാഫ്റ്റ്സ്മാൻ ആണ്. അപ്പൊ സിവിലിട്ട് പോണോന്നും കൂടെ ഒരു ഡൗട്ടിലുണ്ട്. സിവിലാണ് കുറച്ചും കൂടി കോർ എഞ്ചിനീയറിംഗ്. യു ക്യാൻ ഷിഫ്റ്റ് ടു കമ്പ്യൂട്ടർ സയൻസ് എനി പോയിന്റ് ഓഫ് ടൈം. പിന്നെ എക്സ്ട്രാ കോഴ്സ് ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ എവിടെയാ സിവില് കിട്ടുക? സിവില് മുത്തൂറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. മെറിറ്റ് വഴിയും അപ്ലൈ ചെയ്യാൻ നോക്കുന്നത്. അതും അടുത്ത് തന്നെയാണോ? അതും അടുത്താ. ഞങ്ങൾ മിഡിൽ, ഇതിന്റെ രണ്ടിനും മിഡിൽ. ദെൻ ഗോ അഹെഡ്. സിവിലായിരിക്കും നല്ലത്. അതിന് കൺഫ്യൂഷന്റെ കാര്യമൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഈയിടെ IT ഫീൽഡില് ഡിഫിക്കൽറ്റിയുടെ ഒക്കെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊന്നും ഉണ്ടാവില്ല, അതൊക്കെ മാറും. ഇപ്പൊ ഇന്ന് നിങ്ങള് സിലബസിൽ പഠിപ്പിക്കുന്ന IT ഒന്നും ആവില്ല ചിലപ്പോ 4 years കഴിഞ്ഞാൽ. ആരും വിചാരിച്ചിട്ടില്ല 4 years ബാക്ക് ബിഗ് ഡാറ്റ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓഗ്മെന്റഡ് റിയാലിറ്റി, വിൻഷിൽ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഇതിനൊക്കെ ഒരു പ്രാധാന്യം ഉണ്ടാവുന്ന ആരും വിചാരിച്ചിട്ടില്ല. ഓക്കെ, തിങ്സ് കീപ് ചേഞ്ചിങ്. ഇനി 4th ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരും. ഇന്റർനെറ്റുകളൊക്കെ ഇപ്പോഴുള്ളതിനേക്കാളും മാറ്റം വരും. ഡാറ്റ പ്രോസസ്സിങ്ങിലൊക്കെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ മാറുമ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പം എല്ലാ വെഹിക്കിളും റൺ ചെയ്യുന്നത് പോലും ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ളിടത്താണ്. പണ്ട് വെൻ യു ഡ്രൈവ് യു ഡോണ്ട് ഗെറ്റ് ഇന്റർനെറ്റ്. അപ്പം അതൊക്കെ മാറി. അപ്പോൾ എല്ലാം മാറും. സോ ഡെഫിനറ്റ്ലി IT വിൽ ചേഞ്ച്. അപ്പോൾ ഇന്ന് പഠിക്കുന്നത് ആവണമെന്നില്ല, ബട്ട് ബേസിക്കലി യു ക്യാൻ സ്റ്റഡി ഓൾ ദീസ്, കീപ് അപ്ഡേറ്റിംഗ് വിത്ത് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ്. അത് ഫ്രീ ആയിട്ടുണ്ട്. എന്തായാലും വീട്ടിൽ നിന്ന് പോയിട്ട് വരാനുള്ള സൗകര്യത്തിൽ സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടുന്നുണ്ട്. യു ക്യാൻ ഓൾവേസ് ഡു ഓൺലൈൻ കോഴ്സസ് ആൻഡ് അപ്ഡേറ്റ് യുവർ സെൽഫ്. അതിനെപ്പറ്റി ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. പിന്നെ നാട്ടിൽ ഈ സിവിൽ എഞ്ചിനീയറിംഗിന് സ്കോപ്പ് കുറവാന്നൊക്കെ ആൾക്കാരൊക്കെ പറയും. പിന്നെ സാലറി കുറവാണ്, എഞ്ചിനീയറിംഗിൽ ഏറ്റവും കുറവ് സാലറി സിവിലിനാണ്. നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി ലോട്ട് ഓഫ് കൺസ്ട്രക്ഷൻസ് ഹാപ്പനിങ്. റോഡ് ഈസ് വൈഡനിങ്, ബിൽഡിങ്സ് ആർ ബീങ് കൺസ്ട്രക്റ്റഡ്. എവിടെ പോയാലും സിവിലിന് പേര് തന്നെ വരാൻ കാരണം ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ സിവിലിയൻസ് എന്നാണ്. അതാണ് സിവിൽ എഞ്ചിനീയറിംഗിന്റെ പേര് തന്നെ അങ്ങനെ വന്നത്. ബാക്കിയെല്ലാം മിലിറ്ററിക്ക് വേണ്ടി തുടങ്ങിയതാണ്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ എല്ലാം മിലിറ്ററിക്കാരുടെ ആവശ്യത്തിനാണ്. പക്ഷെ സിവിലിന് എപ്പോഴും ആവശ്യം സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. മിലിറ്ററിക്കാർക്കും ആവശ്യമാണ്, കൂടാതെ സിവിലിനും ആവശ്യമാണ്. പക്ഷെ യു ക്യാൻ ഓൾവേസ് പ്രാക്ടീസ്. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാൽ പ്രോബബ്ലി യു ഡോണ്ട് പ്രാക്ടീസ് യുവർ സെൽഫ്. സിവിൽ എഞ്ചിനീയറിംഗ് യു ക്യാൻ പ്രാക്ടീസ് യുവർ സെൽഫ്. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് യു ക്യാൻ സ്പെഷ്യലൈസ് ഇൻ ആർക്കിടെക്ചർ, യു ക്യാൻ സ്പെഷ്യലൈസ് ഇൻ ഡിസൈനിങ്, സിറ്റി ഡിസൈനിങ്, വലിയ വലിയ പിന്നെ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അതുപോലെ ദുബായിലുള്ള കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻസ്, പൈലിംഗ് നടക്കുന്നത് ഭൂമിയുടെ അടിയിലേക്ക് കുഴിച്ചിട്ട് പൂഴിയിലാണ്. ദ ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ് ഈസ് കൺസ്ട്രക്റ്റഡ് ഇൻ എ സാൻഡ് ബേസിനിലാണ്. So you can imagine what is the foundation which they made. How did they make the foundation? That is geotech engineering. ഇതൊക്കെ പഠിക്കും 3rd സെമസ്റ്ററിലൊക്കെ. ലുക്ക് അറ്റ് ദ സിലബസ്.
ഓക്കെ, സിലബസ് ഒക്കെ നോക്കി. അപ്പൊ നമ്മൾ വലിയ വലിയ പൈപ്പ് ലൈൻസ് ഹാസ് ടു റൺ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. പിന്നെ കടലിൻ്റെ ഉള്ളിലാണ് ഇത് റൺ ചെയ്യുന്നത്. നൗ ദർ ഈസ് എ പ്ലാൻ, ഗൾഫ് ആൻഡ് ഇന്ത്യ ഈസ് ഗെറ്റിംഗ് കണക്റ്റഡ് ഓവർ റെയിൽ. ദർ മേ ബി എ റെയിൽ കോറിഡോർ കണക്ടിങ് ഇന്ത്യ ആൻഡ് ദുബായ്. ആര് കൺസ്ട്രക്ട് ചെയ്തൊക്കെ? അപ്പോൾ ദർ ആർ ലോട്ട് ഓഫ് സ്കോപ്പ്. നമ്മൾ സി എല്ലാ എഞ്ചിനീയറിംഗ്, ഏത് പഠിപ്പിൻ്റെയും എഞ്ചിനീയറിംഗ് മാത്രമല്ല, എവരിബഡി സ്കോപ്പ് ഈസ് ഡിസൈഡഡ് ബൈ ദംസെൽസ്. ഡോക്ടർ TPS നല്ല സ്കോപ്പ് ഉണ്ട് ഇപ്പം, ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. എവറി ഡേ ദർ ആർ 100 പീപ്പിൾ. എല്ലാ മാത്തമാറ്റിക്സ് പഠിച്ചാലും ഇതേപോലെ ആവും. ഇല്ല. സോ യു ക്രിയേറ്റ് യുവർ ഓൺ സ്കോപ്പ്. മനസ്സിലായോ? സോ ഡോണ്ട്, ബ്രില്യൻറ്റ് ചിൽഡ്രൻ ഡോണ്ട് തിങ്ക് അബൌട്ട് സ്കോപ്പ്, ജോബ്. ദാറ്റ് വിൽ കം ടു യു. You have to be creative. You have to be good in designing. ആ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തിങ്സ് വിൽ കം ടു യു. പിന്നെ ഞാൻ മെഡിക്കൽ ജോബ് ചിന്തിക്കാനുള്ള കാര്യം, എനിക്ക് എപ്പോഴും ജോബ് ഒരു സെക്യൂർ ജോബായിട്ട് വേണം എന്നൊക്കെ ഒരു ഇതുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് പോവോന്നൊക്കെ പേടി, അങ്ങനത്തെ ഒരു അല്ല, ഈ മെഡിക്കലിലും ആഫ്റ്റർ MBBS you have to do a post graduation. That means you have to write again entrance examination. എല്ലാത്തിനും അതിൻ്റെതായ സ്കോപ്പും അതിൻ്റെതായ പ്രോബ്ലംസും അതിൻ്റെതായ റിസ്ക്കും ഒക്കെ ഉണ്ട്. പ്രൊഫഷണൽ എന്ന് പറയുന്നത് മെഡിക്കൽ ആണ് എപ്പോഴും. കാരണം ബിക്കോസ് ആഫ്റ്റർ MBBS യു ക്യാൻ പ്രാക്ടീസ്. പിന്നെയുള്ള പ്രൊഫഷണലാണ് എഞ്ചിനീയറിംഗ്. ആ എഞ്ചിനീയറിംഗ് ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. പക്ഷെ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാലും യു വാണ്ട് ടു സ്പെഷ്യലൈസ് ഇൻ data science, you want to specialize in some other computer based programs, you can always specialize. ലേഡീസ് ആയതുകൊണ്ട് സിവിലിൽ അധികം ബുദ്ധിമുട്ടൊന്നും വരില്ല. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഇയാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ലോകത്തിൽ ആർക്കും ഇയാളെ നന്നാക്കാൻ പറ്റില്ല. അതല്ല, ഇങ്ങനെ പ്രോജക്റ്റ് മാനേജർ, ലീഡിംഗ് ഒക്കെ. If you are a leading civil engineer, you don't even go to the site. അത് ഡിപ്ലോമ കഴിഞ്ഞവരും, യു വിൽ കോൺട്രാക്ട് ഇറ്റ് ഔട്ട്, സംബഡി വിൽ ഡു ഇറ്റ്. മിക്കവാറും പ്ലാനിങ്ങും സിറ്റി പ്ലാനിങ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് യുവർ പ്ലാൻ. ഇനി സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷം യു ക്യാൻ സ്പെഷ്യലൈസ് ഇൻ ടു ബിൽഡിംഗ് പ്രോജക്റ്റ്. അപ്പോൾ അതിനകത്ത് ഫിനാൻസ് പ്രോജക്റ്റ് ആയിരിക്കും. ഹൗ ഡു യു ഗെറ്റ്, ഇപ്പം വലിയ കൺസ്ട്രക്ഷൻസ്, ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഈസ് ഹൗ ആർ യു ഗോയിങ് ടു പുൾ ദ റിസോഴ്സസ്, വേർ ആർ യു ഗോയിങ് ടു ഗെറ്റ് മണി ഫ്രം. ഇതൊക്കെ വലിയ പ്രോബ്ലമാണ്. സോ ടുമോറോ യു വിൽ ഹാവ് ടു ഗെറ്റ് മണി. ഹൗ ഡു യു സ്പെൻഡ് മണി? ഹൗ ഡു ദ മെറ്റീരിയൽസ് ആർ കെപ്റ്റ് ഇൻ ഡിഫറെൻറ്റ് ടൈമിങ്, എപ്പോൾ പർച്ചേസ് ചെയ്യണം? ഇതൊക്കെ വലിയ 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 പ്രോജക്റ്റുകളിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അങ്ങനെ കുറേ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ഡിസൈഡ് എന്താവും എന്നുള്ളതല്ല, ഡിസൈഡ് വാട്ട് ആർ യുവർ ഓപ്ഷൻസ് നൗ. അതിൽ ഏതൊക്കെ ഈ ഓപ്ഷൻ എടുത്താൽ യു ആർ ക്ലോസിങ് ഓൾ ദ അതർ. ഇപ്പം you go to computer, your civil engineering option is closed. Never in your life you can come back. പക്ഷെ ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്താൽ ആഫ്റ്റർ BTech you can always shift to computer science. അപ്പൊ അങ്ങനെയാണ് എപ്പോഴും ഡിസിഷൻസ് എടുക്കുക. ഇഫ് യു ഹാവ് കൺഫ്യൂഷൻ ബട്ട് യു ആർ വെരി കീൻ ദാറ്റ് ഐ വാണ്ട് ടു ഡു ഓൺലി പ്രോഗ്രാമിംഗ്, ഐ ആം വെരി ക്ലോസ് ടു കമ്പ്യൂട്ടർ സയൻസ് ബട്ട് നോട്ട് ടു എനി അതർ വൺ, ദിസ് ഡിസ്കഷൻ ഇറ്റ്സെൽഫ് വിൽ നോട്ട് ഹാപ്പൻ. You would have already chosen that. എനിക്ക് അങ്ങനെ കമ്പ്യൂട്ടറിനെ കുറിച്ച് അധികം അറിയില്ല ആക്ച്വലി. അല്ല, അറിയോ ഇല്ലയോ എന്നൊക്കെ അതൊക്കെ ഒരു പിന്നെ 1 day 2 days ജോബേ ഉള്ളൂ. യു കീപ് ഡൂയിങ് സം പ്രോഗ്രാംസ്. ഇപ്പൊ തന്നെ ജോയിൻ ഫോർ, ഇന്ന് തന്നെ ഒരു സ്കിൽ സെറ്റിന്, ഒരു പ്രോഗ്രാമിന് യു സ്റ്റാർട്ട് പൈത്തൺ പഠിക്കുക, CAD റിലേറ്റഡ് പ്രോഗ്രാമിംഗ് പഠിക്കുക, ഡിസൈനിങ് പഠിക്കുക, 3D Max പഠിക്കുക. അങ്ങനെ കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. യു ജസ്റ്റ് ജോയിൻ ആൻഡ് ദെൻ സ്റ്റാർട്ട് ലേണിംഗ് ഓൺലൈൻ. അപ്പം നിങ്ങൾ അഡ്മിഷൻ മേടിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ പഠിച്ചു കഴിയണം. ദെൻ യു ഗെറ്റ് എ ടേസ്റ്റ് ഓഫ് ഇറ്റ്. അത് സിവിൽ എഞ്ചിനീയറിംഗും ഉണ്ട് അതിനകത്ത്, മോഡലിങ്ങിലൊക്കെ ദിസ് ഓൾസോ ഈസ് ദർ. സോ ഇൻ ബോത്ത് വേ ഇറ്റ് വിൽ ബിക്കം യൂസ്ഫുൾ ഫോർ യു. അപ്പം അതുകൊണ്ട് സിവിൽ എഞ്ചിനീയേഴ്സിനും ഏതിനും ഉണ്ട്. സി എവറി branch has got its own merit and demerits, demand and no demand.
കൺസ്ട്രക്ഷൻ നടക്കാത്ത ലോകം എവിടെയുള്ളത് പറ? സിവിൽ എഞ്ചിനീയേഴ്സ് വേണ്ടാത്ത സ്ഥലം ഏതാ ഉള്ളത്? ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ഹൗ ഗുഡ് യു ആർ. ഞാൻ പറഞ്ഞ ബ്രിഡ്ജ് ഖലീഫ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങിന്റെ ഡ്രഡ്ജിങ് നടത്തിയത് എന്റെ ക്ലാസ്മേറ്റ് ആണ്, സിവിൽ എഞ്ചിനീയർ. ഇപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ ഡിമാൻഡ് ഉണ്ട്. യു ഡിസൈഡ് വാട്ട് യു വാണ്ട്. Go ahead. You write down what is that option and what you can do in maybe another 10 years where you will place yourself, another 20 years where you will place yourself. Make a plan and then send it. ഇതിനു മുമ്പ് എനിക്ക് MBBS-നോടായിരുന്നു കൂടുതൽ. അത് എല്ലാവർക്കും അങ്ങനെയാണ്. ബട്ട് എവരിബഡി ഡോണ്ട് ഗെറ്റ് ബിക്കോസ് ദർ ആർ നോട്ട് മെനി നമ്പർ ഓഫ് സീറ്റ്സ്. അത് ആ താല്പര്യമുള്ളവർക്കും കിട്ടുന്നില്ല, എന്നിട്ട് വേണ്ടേ. അതിനെക്കുറിച്ചൊക്കെ വിടുക. ബട്ട് റൈറ്റ് ഇറ്റ് ഡൗൺ ആൻഡ് കട്ട് ഇറ്റ് വിത്ത് എ റെഡ് ഇങ്ക് പെൻ. This program closed. I am not going to think about it anymore in my life. അങ്ങനെ അങ്ങോട്ട് ഡിസൈഡ് ചെയ്യാം. പിന്നെ എനിക്ക് പഠിക്കണ കാര്യത്തിന് ഞാൻ എപ്പോഴും കുഞ്ഞിലെ തൊട്ട് സ്കൂളിൽ എക്സാമിന്റെ തലേന്നാ പഠിച്ചോണ്ടിരുന്നത്. അതൊക്കെ മാറും. See, that is why മറന്നു പോകും എക്സാം കഴിയുമ്പോഴത്തേക്ക്. അല്ല, അതൊക്കെ മാറ്റാനുള്ള വിദ്യകൾ നമ്മൾ ചെയ്യാം. ഡോണ്ട് വറി. അപ്പൊ അതിനെ കുറിച്ച് ബോധർ ചെയ്യണ്ട. അപ്പൊ അതെനിക്ക് എപ്പോഴും ഒരു ഓരോ പോർഷൻസ് അത് ഞാൻ ഓർക്കുന്നില്ലല്ലോ. That we will change. That's not an issue. That will change. ഞാൻ കുറച്ച് ഓവർ തിങ്കർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് when you write it down and then keep it aside, then you don't think about it again and again. ഓവർ തിങ്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആയി. No, that is why you should write it down and keep it. Don't think on the same line again and again. നമ്മൾ ചിന്തിക്കാനുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ഒരു മൂലക്ക് വെക്കുക. പിന്നെ ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ. റെക്കോർഡ് ഇറ്റ്, കീപ്പ് ഇൻ റൈറ്റിംഗ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞത് റൈറ്റ് ഡൗൺ. ഇതാണ് എൻ്റെ പ്ലാൻ, ഈ പ്ലാൻ ക്ലോസ്ഡ്, ഈ പ്ലാൻ ഓപ്പൺ, ദിസ് വാട്ട് ഐ എം ഗോയിങ് ടു ഡു. റൈറ്റ് ഇറ്റ് ഡൗൺ ആൻഡ് സെൻഡ് ഇറ്റ്. ഓക്കെ, ഗുഡ് ഇനഫ്. ഇപ്പൊ കുറെ എക്സ്ട്രാ കോഴ്സ് ചെയ്യുക. റൈറ്റ് ഡൗൺ യുവർ ഓപ്ഷൻസ്. മേക്ക് ഇറ്റ് ക്ലിയർ ദറ്റ് യു ആർ നോട്ട് ഗോയിങ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ. ഗുഡ് ഇനഫ്. നമ്മൾ കാണും അഗൈൻ. യു വിൽ സീ നോ ഡേ ആഫ്റ്റർ ടുമോറോ. I can publish it, right? കുഴപ്പമില്ല. Thank you. പിന്നെ ജോർജിയയിൽ MBBS പഠിച്ച Yeah. If you have an option and MBBS is still your option, you can go somewhere else and then study. Just go ahead. Don't think about anything else. പിന്നെ എനിക്ക് എന്റെ പാരന്റ്സ് കുറച്ച് ഏജ്ഡ് ആണ്. അപ്പോ നിങ്ങളുടെ ഇപ്പം നീറ്റ് ക്വാളിഫൈഡ് അല്ലേ? Then you can come back and then write a qualifying exam and then you can join again. In Indian also you can practice as a doctor in India. പക്ഷെ തിരിച്ചു വന്ന് ക്വാളിഫയിങ് എക്സാം പാസ്സാവണം. അത് നമ്മുടെ ലിസ്റ്റ് ഓഫ് റെക്കഗ്നൈസ്ഡ് ഹോസ്പിറ്റൽസിൽ ഉണ്ടോ നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റൽ എന്ന് കാണണം. മെഡിക്കൽ കോളേജ്, ഇന്ത്യൻ മെഡിക്കൽ ബോർഡ് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള എബ്രോഡിലുള്ള കോളേജുകളുടെ ലിസ്റ്റ് അവൈലബിൾ ആണ്. ജസ്റ്റ് ചെക്ക് വെദർ ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ഓർ നോട്ട്. പിന്നെ എനിക്ക് ഈ ഓർമ്മ കുറവാന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ പഠിക്കുന്ന മെത്തേഡൊക്കെ we will have it thoroughly, no problem. That will improve. 30 points to students, 30 points to students, 20 points to parents and teachers. ഒരു ബ്ലോഗ് ഉണ്ട്, just look at it. Okay, there is another one, 20 points to students and 10 points to teachers. വേറൊരു ബ്ലോഗ്, how to study for exams എന്ന് പറഞ്ഞ എൻ്റെ ഒരു ബ്ലോഗ് ഉണ്ട്. Just read that, learn the methodology. അതൊക്കെ ഉണ്ടാക്കിയെടുക്കാം, no issue. Okay, thank you. Thank you. Bye.